ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധനോട് ഇങ്ങനെ കുഞ്ഞമ്മണി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വെളിപ്പെടുത്താനായിട്ട് എൻ്റെ മകന് കാരണമാണ്, എൻ്റെ കൊച്ചുമകന് കാരണമാണ് ഞാൻ അവിടെ നിന്ന് ഓടിയിരിക്കുന്നത്. അവനിപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ആധാരമാണ് വേണ്ടത്, അത് വിറ്റെന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. കരഞ്ഞും കൊണ്ട് പറയണം കേട്ടോ. ആ ആധാരം അവൻ എടുക്കുമോ എന്ന ഭയത്തോടു കൂടി ഒളിച്ചോട്ടം എന്ന് തന്നെ പറയാം. പിന്നെ അവൻ ഇനി ജയിലിൽ പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് കുഞ്ഞമണി പറയാണ്, റൂമിലോട്ട് പോകുന്ന വഴിക്ക്, അതെ നീ ഒരു ചായ എടുക്കട്ടോ എന്നിങ്ങനെ പ്രതിഭയുടെ അമ്മയോട് പറയാനേട്ടോ. ഇതൊക്കെ കേട്ട് പ്രതിഭയുടെയും സുധൻ്റെയും ആകെ കിളി പോയിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇങ്ങനെ സത്യനെയാണ് കാണിക്കുന്നത്. രാവിലെ എണീറ്റ് സത്യൻ പേപ്പർ വായിക്കുകയാണ്. അപ്പോഴാണ് ഇന്ദ്രൻ ഇങ്ങനെ കുറ്റബോധം കൊണ്ട് നീറിയും കൊണ്ട് ഇങ്ങനെ സത്യൻ്റെ അരികിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ സത്യൻ വരുന്നത് കാണുമ്പോൾ തന്നെ അത്ര വലിയ സംസാരിക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ സത്യൻ എണീറ്റ് പേപ്പർ ഒരൊറ്റ കൊടുക്കലുണ്ട് കൊടുത്തിട്ട് ഒരൊറ്റ കയ്യിലോട്ട് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ അങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് പോകുമ്പോൾ ഇവിടെ സത്യം നീ ഒന്ന് അവിടെ നിൽക്കണേ, എന്താ വേണ്ടത്? ഇവിടെ എൻ്റെ മനസ്സ് നീറുകയാണ്, കുറ്റബോധം കൊണ്ട് നീറുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. നമ്മുടെ അമ്മയുടെ കാര്യമല്ലേ. എടാ നീ അമ്മയെ ഇതിലോട്ട് വലിച്ചഴക്കണ്ട. എന്താ അമ്മയെ വലിച്ചഴിച്ചാലും എൻ്റെയും കൂടി അമ്മയല്ലേ, എനിക്ക് കാര്യങ്ങൾ പറയണ്ടേ. അമ്മയുടെ കൂടെ ഇന്ദ്രേട്ടൻ നിൽക്കുന്നു, ഞാനുള്ള തെറ്റുകൾ അമ്മയുടെ വെളിപ്പെടുത്തുന്നു, അതപ്പോൾ ഇത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിക്കുമ്പോൾ എടാ ഞാൻ നിന്നോട് പറഞ്ഞു നീ അമ്മയുടെ കാര്യം പറയണ്ട, അമ്മയുടെ കാര്യം വിട്. ഇപ്പോൾ ഞാൻ പ്രതിഭയുടെ കാര്യം ചോദിക്കാനാണ്. എന്തായാലും പ്രതിഭ നിങ്ങളുടെ പേരിൽ കേസൊന്നും കൊടുക്കില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. പ്രതിഭ അന്തസ്സുള്ള പെണ്ണാണ്, എൻ്റെ ഭാര്യയാണ്, അവളും ഞാനും ഒരിക്കലും കേസ് കൊടുക്കില്ല, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എടാ സത്യം ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു പോകട്ടെ. അപ്പോൾ തന്നെ ഒന്നും പറയണ്ട, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറയുന്ന അനുചേച്ചിക്കും സംഭവിച്ചത്. അപ്പോൾ അനുചേച്ചി ചെയ്യുമ്പോൾ അമ്മയുടെ ഭാഗത്ത് ന്യായം, എന്നാൽ ഇന്ദ്രേട്ടൻ ചെയ്യുമ്പോൾ ഇന്ദ്രേട്ടന് കുറ്റബോധം. ഇതേ കുറ്റബോധം അനുചേച്ചിയിലും ഉണ്ടായിട്ടുണ്ട്. ഒരു പെണ്ണ് ഇടയിൽ കയറി, പ്രതിഭ പറയുന്നത് ഈ വീട്ടിലെ ആളാണ്, എന്നാൽ ഈ പറയുന്ന ഹർഷ എന്ന് പറയുന്നത് ആരുമല്ല, അന്യസ്ത്രീ ഒരു വീട്ടിൽ വന്ന് ഇങ്ങനെ കയറി വഴക്കുണ്ടാക്കുമ്പോൾ അനുചേച്ചിയുടെ മനസ്സ് എത്രമാത്രം നീറിയിട്ടുണ്ട്. അതിന് കയറിയിട്ടില്ലേ അമ്മ ഇടപെട്ടത് എന്നൊക്കെ പറയുമ്പോഴേ എന്ത് പറഞ്ഞു കൊടുത്താലും ഇന്ദ്രൻ്റെ തലയിൽ കയറുന്നില്ല. അപ്പോൾ ഇന്ദ്രനോട് പറഞ്ഞ കാര്യമില്ല എന്ന് കരുതിയിട്ട് സത്യനങ്ങ് പോകുമ്പോൾ സത്യൻ്റെ പിറകെ ചെല്ലാനിട്ടാ. എടാ നീ എന്തിനാണ് അവളെ ഇങ്ങനെ കുറിച്ച് സംസാരിക്കുന്നത്? അവളെക്കുറിച്ച് ഇങ്ങനെ വല്ലാതെ സംസാരിക്കല്ലേ, എനിക്കത് കേട്ട് നിൽക്കാൻ താല്പര്യമില്ല. നീ അവളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കല്ലേ. അവളെ നീ എന്ത് പറഞ്ഞാലും ഈ വീട്ടിലോട്ട് എന്ത് ന്യായീകരണം പറഞ്ഞാലും ഞാൻ ഈ വീട്ടിലോട്ട് അവളെ കയറ്റില്ല. കേറ്റണ്ട. അതുകൊണ്ട് തന്നെ പ്രതിഭയുടെ വിശേഷങ്ങളും തിരക്കണ്ട. ഇന്ദ്രേട്ടൻ എത്ര പഠിച്ചാലും പാഠം പഠിച്ചാലും ഇന്ദ്രേട്ടൻ മനസ്സിലാക്കില്ല. അമ്മയുടെ തെറ്റുകൾക്ക് കൂടെ പിടിച്ച് ഇന്ദ്രേട്ടൻ ഇരുന്നോ എന്നിങ്ങനെ പറയണ്ട. അങ്ങനെ ഇത് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് ദേഷ്യം പിടിച്ച് ഇന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോഴാണ് പ്രതിഭ ചായയുമായി പുറത്തോട്ട് വരുന്നത്. അപ്പോൾ പ്രതിഭ എന്താ ഇന്ദ്രേട്ട സത്യേട്ട എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുക്കുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ മോളെ അവിടെ നിന്നേ, എന്നോടൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അപ്പോഴേക്കും പ്രതിഭ പറയണം എൻ്റെ ശോഭേട്ടനെ അടിക്കുന്ന അതുപോലെയുള്ള ആ ഒരു അവസ്ഥയാണെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ, അല്ലാതെ അതിന് എനിക്ക് കുറ്റബോധമോ എനിക്ക് മനസ്സിന് വിഷമോ അങ്ങനെ ഒന്നുമില്ല ഇന്ദ്രേട്ട എന്നൊക്കെ ഇങ്ങനെ പറയും. മതി നിൻ്റെ നാടകം മതിയാക്ക്, ഒരുപാട് കാലമായി നിൻ്റെ നാടകം കേൾക്കുന്നു എന്ന് പറഞ്ഞ് സുശീല അങ്ങ് വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിനോടുകൂടി സോന അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ സുശീല പറയണേ നിൻ്റെ നാടകം മനസ്സിലായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എൻ്റെ മകൻ അടികൂടുന്ന സമയത്ത് നീ അതിൽ കയറിയിട്ട് നീ നിൻ്റെ ഭർത്താവ് അനുപമയെ കൊണ്ടുവരാൻ വേണ്ടി നാടകം നടത്തിയിട്ട് ഈ പറയുന്ന അടി കൂടി അതിനെ കയറി ഇടപെട്ട് നീ അടിച്ചതല്ലേ എന്നുള്ള ആ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരിക്കുമ്പോൾ സോനക്കങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ അമ്മ പറയുന്നത് പോലെ ഒരു നാടകമാണ് ഈ പ്രതിഭയും സത്യേട്ടനും നടത്തിയതെങ്കിൽ ഈ പറയുന്ന ഇന്ദ്രേട്ടനും അതിലൊരു പങ്കാളിയല്ലേ. അത് കേൾക്കുന്ന സുശീല നീ ഏതാടി പറയുന്നത്? പിന്നെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കാൻ സത്യേട്ടനും പ്രതിഭയും ഒരു പ്ലാൻ ചെയ്ത് വന്നു എന്നല്ല അമ്മ പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു പങ്കാളിത്തരം ഈ പറയുന്ന ഇന്ദ്രേട്ടനുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ പറയുന്നത് പോലെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സംഭവം ഞാൻ ചെയ്യില്ല, അനുപമയെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോകുന്നു കേട്ടോ. ഇതേ സമയം സോനയും പ്രതിഭയും ഇങ്ങനെ തുറിച്ച് നോക്കി സുശീല അങ്ങ് പോകുന്നു. പിന്നീട് അനുപമ, ചേരു, രഘു അങ്ങനെ എല്ലാവരെയാണ് ഇട്ട് കാണിക്കുന്നത്. അങ്ങനെ ദാസ് പറയണേ എന്തായാലും അണ്ണൻ്റെ കാര്യം വലിയ പരിതാപകരമാണ്, ദയയുടെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് അണ്ണനുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണെന്ന് രഘു പറയാനേട്ടാ. അത് കേൾക്കുന്ന ചീരി പറയണ അച്ഛൻ ഈ ലെവലിൽ പോവുകയാണെങ്കിൽ അച്ഛൻ്റെ മാനസികാവസ്ഥ തന്നെ തെറ്റിപ്പോകുമ്പോൾ എന്നൊരു പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ അച്ഛനെ പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും, എന്നെ കാണിക്കണം എന്നില്ല എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ എന്തിന് അങ്ങനെ വെക്കുന്നത്, നിന്നെയും കാണിക്കാലോ. അപ്പോൾ രഘു പറയാം ശരിയാണല്ലോ, നിന്നെയും ഇന്ന് തന്നെ കാണിക്കണം, നിന്നെ ചെക്കപ്പിന് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ, നിന്നെ ഇന്ന് തന്നെ കാണിക്കണം, കാരണം കാണിക്കാതിരുന്നിട്ട് എന്താ രണ്ടുപേരെ ഒരുമിച്ച് കാണിക്കാം. അപ്പോൾ ഉടൻ തന്നെ ദാസ് ഇങ്ങനെ പറയണേ അണ്ണൻ വരുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ ദാസ് പറയണം. അപ്പോൾ അത് കേൾക്കുന്ന രഘു പറയണേ എനിക്ക് ഏറ്റവും തോന്നുന്നത്
ഈ പറയുന്ന ദാസങ്ങളൊന്ന് അച്ഛനെ വിളിക്കുകയാണെങ്കിൽ ഡോക്ടറെ അടുത്തോട്ട് എന്തായാലും അമ്മാവൻ വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദാസങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ചിരുവാമ്പിളി അത് ശരിയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് മഞ്ചാടി ഇറങ്ങി വരുന്നത്. അങ്ങനെ മഞ്ചാടി പറയണേ, ഇനി ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്, ഞാനിവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് നീ അച്ഛനോട് പറഞ്ഞു? ആ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അനുപമയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ എന്നിങ്ങനെ ചിരി ചോദിക്കാൻ കേട്ടാ. ഇല്ല ചോദിച്ചില്ല. അപ്പോൾ ഒന്നും പറഞ്ഞില്ല അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോൾക്ക് ഒരിക്കലും ആ സുശീല ജീവിച്ചു ഇരിക്കുന്നിടത്തോളം കാലം സ്വസ്ഥതയുണ്ടാവില്ല എന്ന് പറഞ്ഞു എന്ന് പറയാൻ. അപ്പോൾ അത് കേൾക്കുന്ന ചിരി പറയണേ, എന്തായാലും മോളെ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ച ഉടൻ തന്നെ മഞ്ചാടി ഇങ്ങനെ പൊട്ടിക്കരയണേട്ടാ. അച്ഛൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെ കാണുമ്പോൾ അച്ഛൻ മൊത്തത്തിൽ തകരുമെന്നൊരു പേടി. കാരണം ഇനിയിപ്പോൾ അനുചേച്ചിയുടെയും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ലെവൽ തന്നെ തെറ്റിപ്പോകുമോ എന്നൊരു പേടി എന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കറിയാതെ സമാധാനപ്പെടുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് ഇനി കോളേജിൽ പോകാൻ നോക്ക്, വെറുതെ ആവശ്യമില്ലാത്ത ഇങ്ങനെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോന്ന് ഉണ്ടാക്കി വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം ചീരി പറയണേ, എന്തായാലും ഇതൊക്കെ വലിയ കഷ്ടം തന്നെയാണ്. അച്ഛനോട് മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നതിനേക്കാൾ നല്ലത് അമ്മായിമയെ മരുമകൾ അടിച്ചു എന്ന് പറയുമ്പോൾ അച്ഛന് ആകെ തകർന്നു പോകും. അതിൽ നമ്മൾ തന്നെ എല്ലാ സത്യങ്ങളും പറയുകയാണ്. അപ്പം അമ്പിളി പറയണത് ശരിയാണ് രഘുവേട്ട, നമ്മൾ തന്നെ പറയുകയാണ്. അപ്പോൾ ദാസൻ പറയണത് അതും ശരിയാണ്. അപ്പോൾ ഉടൻ തന്നെ രഘുവും പറയണത് ഇപ്പം എന്തായാലും പറയണത് ദയയുടെ മാനസികാവസ്ഥ കേട്ട് ആകെ തകർന്ന് നിൽക്കുന്ന ആ സമയത്ത് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് നീ പെട്ടെന്ന് മാറാൻ നോക്ക്, നമുക്ക് ദയയുടെ അടുത്തോട്ടൊന്ന് പോവാം ചിരുവിനെ കാണിച്ചതിന് ശേഷം. അങ്ങനെ ആവുമ്പോൾ അമ്മാവിന് അതൊരു സമാധാനമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടാ. അത് കേൾക്കുന്ന അമ്പിളി പറയാൻ ശരിയാണ് എന്നും അമ്പിളി തിരിച്ചും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സത്യനെയും പ്രതിഭയാണ്. സത്യ ഇങ്ങനെ ഓഫീസിൽ കമ്പനി കടയിലോട്ട് പോകാൻ നിൽക്കുമ്പോൾ പ്രതിഭ വരികയാണ്. സത്യേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിനക്കിപ്പോൾ വേദനയൊന്നും ഇല്ലല്ലോ? ഇല്ല വേദനയൊന്നുമില്ല, കവിളിനൊരു മരവിപ്പാണ്, എങ്കിലും നീ ഇത് വിഷയമാക്കണ്ട. എനിക്കിത് വിഷയമൊന്നുമില്ല, എൻ്റെ സ്വന്തം ഒരു ഏട്ടനെ അടിച്ചു എന്ന് ഇത്രയും ഞാൻ കരുതുള്ളൂ, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കുഞ്ഞമ്മണി ചേച്ചി കയറി വരുന്നത്. അങ്ങനെ കുഞ്ഞമ്മണി ചേച്ചി മക്കളെ നിങ്ങൾ വരനും വധു എന്തൊരു മാച്ചാണ്, കാര്യം എന്ത് പറഞ്ഞാലും നിങ്ങൾ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടവർ, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർ തമ്മിൽ പരസ്പരം നോക്കുന്നുണ്ട്, ഇവർ അവസരത്തിനനുസരിച്ച് മാറുന്നത്. അവിടെ തന്നെ സത്യം പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞമ്മണി ചേച്ചി നിങ്ങളിപ്പോൾ ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് പോയത് എന്തിനാ? പിന്നെ സുശീല തകർന്നു നിൽക്കുന്ന സമയത്ത് സുശീലയുടെ ആ തകർച്ച കാണുമ്പോൾ എനിക്കും വേദനയാണ്, അതുകൊണ്ട് അവളെ സമാധാനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് പോയതാണ്. അല്ല അതിരിക്കട്ടെ, നിൻ്റെ കവിളിൽ എന്താ അടയാളം എന്ന് പറയുമ്പോൾ സത്യനിങ്ങനെ തലയാഴ്ത്തി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ ഡാടാ നീ കൊള്ളാലോ, കട്ടിലിൽ നിന്ന് വീഴേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഒരു രീതിയിലാക്കി തീർക്കാൻ നോക്കുമ്പോൾ സുശീല വന്നിട്ട് പറയണേ, കട്ടിലിൽ വീഴാൻ എന്താ അവർ കുട്ടികളാണ്? ഇവരെന്നും കുട്ടികൾ തന്നെ, എനിക്ക് എന്നും പഴയ കാലത്തെ ആ ഓർമ്മ തന്നെയാണ് എനിക്ക്, ഇവരിപ്പോഴും എൻ്റെ കുട്ടികളാണ്, മുതിർന്നെന്ന് കരുതി ഞാൻ കുട്ടികളാണ് അല്ല എന്നൊന്നും കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ കുഞ്ഞമ്മണി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മണിയെ അങ്ങ് കുഞ്ഞമ്മയെ വിളിക്കുമ്പോൾ കുഞ്ഞമ്മയാണെങ്കിൽ ഒട്ടും മോശമാവില്ല. അല്ല സുശീലേ, നീ ഇപ്പോൾ എൻ്റെ പ്രതിഭ മോൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം ഒന്നങ്ങ് മെലിഞ്ഞല്ലോ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം. എനിക്ക് വമ്പർ ലോട്ടറി അല്ല അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സത്യം പറയണേ, ഞാൻ പോട്ടെ കടയിലോട്ട്, എന്തായാലും കടയിൽ പോയി തിരക്കുണ്ട്. കുഞ്ഞമ്മ ഇന്ന് പോകത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല തിരക്കുണ്ട് മോനെ, ഇന്നൊന്നും പോകാൻ പറ്റില്ല, എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വരൂ, ഞാൻ എന്തായാലും നിന്നെ ഒന്ന് കണ്ടിട്ടേ പോവുള്ളൂ, ഒരു കാര്യം പറയാനുണ്ട് എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ പ്രതിഭ നിൽക്കുന്ന സമയത്ത് എന്താ സുശീലേ, എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരാനൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ എന്തായാലും കുഞ്ഞമ്മ വാ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറ്റി കൊണ്ടുപോവാണ്. ഇതേ സമയം പ്രതിഭയാണെങ്കിൽ എന്താടി നീ ഇങ്ങനെ മെഴിച്ച് നിൽക്കുന്നത്, പെട്ടെന്ന് പോയി ഒരു ചായ ഇടെന്ന് പറഞ്ഞ് പ്രതിഭയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുശീല ഇങ്ങനെ ടേബിളിൽ ഇരുത്തിയിട്ട് സുശീല ചോദിക്കാണ്, അല്ല പതിവില്ലാത്ത കുഞ്ഞമ്മയുടെ വരവ് എന്താണെന്ന് ചോദിക്കും. അതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, എനിക്കിങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ എന്നിങ്ങനെ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.